നബിയുടെ ഭാര്യമാരിൽ ഏക കന്യകയും സുന്ദരിയും തീരെ ചെറുപ്പവുമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ മഹദി ഒരിക്കൽ പറഞ്ഞു, ജീവിതത്തിൽ എനിക്ക് അസൂയ തോന്നിയത് ഒരേ ഒരാളോട് മാത്രമാണ്. അത് നബിയുടെ ആദ്യ ഭാര്യ ഖദീജയോട്. സത്യത്തിൽ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ നബിതങ്ങൾ എപ്പോഴും അവരെ പുകഴ്ത്തി സംസാരിക്കും. എനിക്കത് കേൾക്കുമ്പോൾ അവരോട് അസൂയ തോന്നും. നബിക്കവരെ അത്രമേൽ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ആയിഷ ചോദിച്ചു, എന്തിനാ നബിയെ അങ്ങേപ്പോഴും വൃദ്ധയായ ഖദീജയെ ഓർക്കുന്നത്? അങ്ങേക്ക് അള്ളാഹു സുന്ദരിയും കന്യകയും ചെറുപ്പവുമായ എന്നെ പകരം തന്നില്ലേ? അത് കേട്ടതും നബിയുടെ മുഖം വിവർണമായി. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല ആയിഷ, ഇല്ല. ഖദീജയേക്കാൾ നല്ലത് അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല. ജനമെന്നെ കള്ളനാക്കിയപ്പോൾ അവൾ എന്നിൽ വിശ്വസിച്ചു. ജനമെന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവൾ എന്നെ സ്വീകരിച്ചു. അവളുടെ ധനം മുഴുവൻ അവൾ എനിക്ക് തന്നു. ജനമതെനിക്ക് തടഞ്ഞിരിക്കുകയായിരുന്നു. അള്ളാഹു എനിക്ക് മക്കളെ തന്നത് ഖദീജയിലാണ്. ഖദീജയോടുള്ള സ്നേഹം അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നു ആയിഷ. മക്കയിലെ കോടീശ്വരിയും സുന്ദരിയുമായിരുന്നു ഖദീജ ബീവി. നബി അവരെ വിവാഹം ചെയ്യും മുമ്പ് ബീവി 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരിൽ ഒരാൾ രോഗം വന്നും മറ്റൊരാൾ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലും മരിച്ചു. രണ്ടിലും ഓരോ ആൺമക്കൾ. അവർ 2 പേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ബീവിയുടെ പിതാവ് മക്കയിലെ വലിയ ബിസിനസ്സുകാരനായിരുന്നു. ബീവിയും കച്ചവടത്തിൽ മികവ് പുലർത്തി. പിതാവും ഭർത്താവും മരിച്ച ഏകയായ ബീവിയോട് വിവാഹാഭ്യർത്ഥനയുമായി പലരും വന്നെങ്കിലും എല്ലാം ബീവി നിരസിച്ചു. വിദൂര ദിക്കുകളിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ നയിക്കാൻ ഒരു പുരുഷനെ ഏൽപ്പിക്കാറായിരുന്നു ബീവിയുടെ പതിവ്. കൂടെ ബീവിയുടെ പ്രിയ വേലക്കാരി മൈസറയും കൂട്ടരുമുണ്ടാകും. എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയ ഉടനെ ആ വിവരം അവർ ബീവിയെ അറിയിക്കും. സത്യസന്ധത ഉള്ളവരെ കിട്ടാഞ്ഞ് ബീവി വിഷമിച്ച സമയത്താണ് തമാശയ്ക്ക് പോലും കളവ് പറയാത്ത മക്കക്കാർ അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ പറ്റി ബീവി കേൾക്കുന്നത്. ബീവി ഉടനെ മുഹമ്മദിനെ കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ചു. പിന്നീട് ആ സംഘം തിരിച്ചു വന്നത് വൻ ലാഭവുമായിട്ടാണ്. ശമ്പളവും വാങ്ങി മുഹമ്മദ് പോയ ശേഷം മൈസറ വിവരിച്ചു, ബീവി, മുഹമ്മദ് ഒരത്ഭുതമാണ്. അയാൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ നമ്മുടെ സാധനങ്ങളുടെ കുറവ് മറച്ചു വെച്ചില്ല. എല്ലാം തുറന്നു പറഞ്ഞിട്ടാണ് വിറ്റത്. എന്നിട്ട് പോലും ജനമെല്ലാം വാങ്ങി ഒന്നും ബാക്കിയായില്ല. ബീവിക്ക് സന്തോഷമായി. മൈസറ തുടർന്നു. ഒരു സംഭവം ഉണ്ടായി. മുഹമ്മദ് ഒരു മരത്തിനടിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു ജൂത പണ്ഡിതൻ എന്നോട് പറഞ്ഞു, ആ മനുഷ്യൻ അനാഥനാണോ? അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മക്ക പർവ്വതനിരകളിൽ നിന്നും എഴുത്തും വായനയും അറിയാത്ത ദൈവദൂതൻ വരാൻ സമയമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൽ ചില ലക്ഷണങ്ങൾ കാണുന്നു. മുഹമ്മദിനെ പറ്റി കേട്ട കാര്യങ്ങളും നേരിൽ കണ്ടപ്പോൾ മനസ്സിലായ സ്വഭാവ വിശുദ്ധിയും കാരണം ബീവിയുടെ മനസ്സിൽ മുഹമ്മദ് സ്ഥാനം പിടിച്ചു. ബീവിക്ക് പ്രായം 40, മുഹമ്മദിന് 25. അറബ് ആചാരത്തിൽ വയസ്സ് വ്യത്യാസം ഒരു പ്രശ്നമല്ല. ഖദീജയുടെ വിവാഹാലോചനയുമായി ദൂതന്മാർ മുഹമ്മദിനെ കണ്ടു. ആ വിവാഹം നടന്നു. വിവാഹരാത്രിയിൽ അബൂജഹലും പ്രമാണിമാരും പറഞ്ഞു, അനാഥനും പണമില്ലാത്തവനുമായ മുഹമ്മദിനെ മാത്രമേ ഖദീജയ്ക്ക് കിട്ടിയുള്ളൂ. ഇതറിഞ്ഞ ബീവി അവരെയെല്ലാം ഒരു സദ്യക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കക്കാരെ, നിങ്ങൾ സാക്ഷി. എൻ്റെ മുഴുവൻ സ്വത്തും ഞാനിതാ മുഹമ്മദിന് നൽകുന്നു. ഇപ്പോൾ അദ്ദേഹം കോടീശ്വരനാണ്, ഞാനാണ് പാവപ്പെട്ടവൾ. അത് കേട്ട് പ്രമാണിമാർ വായ അടക്കി. ആരിലും അസൂയ ഇളവാക്കുന്ന ദാമ്പത്യമായിരുന്നു അവരുടേത്. നബിയിൽ എന്തോ പ്രത്യേകതയുള്ളത് അന്നേ ബീവി മനസ്സിലാക്കിയിരുന്നു. നബി കാണുന്ന സ്വപ്നങ്ങളൊക്കെ ബീവിയോട് പറയും. പ്രസ്തുത സ്വപ്നങ്ങൾ പലതും പിന്നീട് പുലർന്നതും ബീവി കണ്ടു. പ്രായം 40 അടുത്തതും നബിക്ക് ഏകാന്ത ജീവിതത്തിന് താൽപ്പര്യമായി. മക്കയിലെ ഹിറാ ഗുഹയിൽ ഏകനായി അവിടെ നിരിക്കാൻ തുടങ്ങി. നബി വരാത്ത ദിവസങ്ങളിൽ അവിടത്തേക്ക് ഭക്ഷണവുമായി ആ 55 വയസ്സുള്ള ഉമ്മ മല കയറുമായിരുന്നു. സഹായത്തിന് പോലും അവർ ആരെയും കൂട്ടിയില്ല. അതിന് പറഞ്ഞ കാരണം, എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കണം എന്നാണ്. ഇന്ന് പടവുകൾ ഉണ്ടാക്കിയിട്ടും ആ മല കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും 1 മണിക്കൂർ വേണം. അപ്പോൾ ആ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു കാണും, എത്രമാത്രം അവർ നബിയെ സ്നേഹിച്ചു കാണും. ഒരു നാൾ റമളാൻ മാസം നബിക്ക് മുമ്പിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു. വായിക്കുക, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് നബി മറുപടി പറഞ്ഞു. ജിബ്രീൽ നബിയെ ആലിംഗനം ചെയ്തു
വീണ്ടും അത് ആവർത്തിച്ചു. നബി ഉത്തരവും ആവർത്തിച്ചു. 3-ാം തവണ നബി ചോദിച്ചു, ഞാൻ എന്താണ് വായിക്കേണ്ടത്? വായിക്കുക, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഒട്ടിപ്പിക്കുന്ന ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ മനുഷ്യന് അറിയാത്തത് അവൻ പഠിച്ചിരിക്കുന്നു. ഉടനെ മലക്ക് അപ്രത്യക്ഷമായി. നബി പേടിച്ച് ഓടി വീട്ടിലെത്തി. എന്നെ പുതപ്പിക്കൂ, പുതപ്പിക്കൂ എന്നദ്ദേഹം ബീവിയോട് പറഞ്ഞു. ബീവി പരിഭ്രാന്തിയായി. നബി സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഖുർആൻ കേൾപ്പിച്ചു. ബീവി ആശ്വസിപ്പിച്ചു. അങ്ങ് പേടിക്കരുത്, ഇത് മനുഷ്യവചനങ്ങളല്ല. അങ്ങയെ അള്ളാഹു കൈവിടില്ല. അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു, നന്മകൾ മാത്രം ചെയ്യുന്നു. ബീവിയുടെ വാക്കുകൾ നബിക്ക് ആശ്വാസമേകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ പ്രവാചകനായ കാര്യം ആദ്യം അറിയിച്ചത് ഖദീജ ബീവിയാണ്. ഉടനെ ഖദീജ ബീവി നബിയിൽ വിശ്വസിച്ചു. അങ്ങനെ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആദ്യത്തെ ആളായി, വിശ്വാസിയായി മാറി. നബിക്ക് പിന്നീട് പരീക്ഷണങ്ങളായിരുന്നു, പീഡനങ്ങൾ, ബഹിഷ്കരണങ്ങൾ. 3 വർഷം ഒരു മലക്ക് മുകളിൽ മക്കളുമായി നബിക്കൊപ്പം നേരാവണ്ണം ഭക്ഷണം കഴിക്കാനില്ലാതെ ഖദീജ ബീവി കഴിഞ്ഞു. എന്നിട്ടും ഒരിക്കൽ പോലും ബീവി അസഹ്യത കാണിച്ചിട്ടില്ല. പിന്നീട് ബഹിഷ്കരണം അവസാനിച്ചതും ബീവി രോഗം ബാധിച്ചു കിടപ്പിലായി. മരണസമയം അടുത്തിരുന്നു. കണ്ണീർ വാർത്ത നബിയോടായി അവർ പറഞ്ഞു, നബിയെ, അങ്ങേക്ക് അള്ളാഹു നല്ല ഭാര്യമാരെ തരട്ടെ, നല്ല മക്കളെയും തരട്ടെ. മരണവേദനയിൽ പോലും നബിക്ക് സുഖമാശംസിച്ച ആ ബീവിയുടെ സ്നേഹം എത്ര മഹത്വമാണ്. അന്ന് നബിയോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന ബാലനായ അലി പറയുന്നു, ഖദീജ ബീവി മരിച്ചതിന് ശേഷം എല്ലാ രാത്രിയിലും നബി ബീവിയെ ഓർത്ത് ഏങ്ങിക്കരയുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് മക്ക കീഴടക്കാനെത്തിയ സമയം നബി തമ്പടിച്ചത് ഖദീജ ബീവിയുടെ ഖബറിനടുത്തായിരുന്നു. അത്രമേൽ ബീവിയുമായി ഹൃദയബന്ധമുണ്ടായിരുന്നു മുത്തനബിക്ക്. ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് ഏറ്റവും നന്നായി അറിയുക അയാളുടെ ജീവിത പങ്കാളിക്കാണ്. മാതാപിതാക്കൾ മക്കളെപ്പറ്റി എന്നും നല്ലതേ പറയും. പക്ഷേ ഒരു ഭാര്യയെപ്പറ്റി അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ പറ്റി അവരുടെ പങ്കാളി നല്ലത് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്.